എൻ്റെ പേര് അഭയ് സുരേഷ്. ഭവൻസ് വിദ്യാമന്ദിറിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നഗരത്തിലാണ് താമസിക്കുന്നത്. ഈ കഴിഞ്ഞ വേനലവധിക്കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് ആര്യാവർത്തം എന്ന ഈ നോവൽ. ധനീഷ് അനന്തൻ എന്ന എഴുത്തുകാരൻ്റെ ഭാവനയിൽ വരുന്ന മനോഹരമായൊരു പുസ്തകമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നോവലാണ്. ഹിമാലയൻ മലനിരകൾക്കിടയിലും ഗംഗയുടെ തീരത്തുമായി ഉയർന്നു വന്ന രാജ്യങ്ങളുടെ മൊത്തം ഭൂതല പ്രദേശമായി അറിയപ്പെടുന്നതാണ് ആര്യാവർത്തം എന്ന മഹാസാമ്രാജ്യം. സംഭാഷണ രീതിയും കഥാപാത്രങ്ങളുമൊക്കെ പുരാണ ഇതിഹാസങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. സംഘർഷഭരിതമായ ഒട്ടനവധി രംഗങ്ങളിലൂടെ കഥ നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആര്യാവർത്തത്തിലെ ഏതാനും വരികളിലൂടെ. ആര്യാവർത്തത്തിലെ ശൈലരാജ്യത്തിൽ ഏവരും ഉറങ്ങിക്കഴിഞ്ഞു. കൊട്ടാരത്തിൻ്റെ കാവൽ ഭടന്മാർ പോലും രാത്രിയുടെ കുളിരിൽ ഉറക്കം തൂങ്ങിത്തുടങ്ങി. എന്നാൽ സരസ്വതി നദിയിൽ നിന്നും വീശിയ കുളിർക്കാറ്റിനും ഹിമാലയ പർവ്വതത്തിൽ നിന്നും പെയ്തിറങ്ങിയ മഞ്ഞിനും ശൈലദേശത്തെ രാജാവായ ഹിമദന്തിയുടെ ഏക മകൾ ഇന്ദ്രശിഖയെ ഉറക്കാൻ കഴിഞ്ഞില്ല. അന്തവരത്തിൽ നിന്നിറങ്ങി കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അവൾ ചന്ദ്രനെ നോക്കി നിന്നു. നിലാവിൽ അവളുടെ വൈഡൂര്യ കുണ്ടലങ്ങൾ തിളങ്ങി. ശില പോലെ നിൽക്കുന്ന രാജകുമാരിയെ കണ്ട് പ്രിയ തോഴിമാരായ മരാളിനിയും കുമുദകിയും ആശ്ചര്യപ്പെട്ടു. കുമുദകി: കുമാരി ഇതുവരെ ഉറങ്ങിയില്ലേ? ഇന്ദ്രശിഖി: ഞാൻ ഉറങ്ങാത്തതിന് ഒരു കാരണമുണ്ട്. നിങ്ങളിപ്പോൾ എന്തിനിവിടെ വന്നു? മരാളിനി: കുറച്ചു ദിവസമായി കുമാരിയുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. പകിട കളിക്കാനും വരുന്നില്ല. ഇന്ദ്രശിഖി: എൻ്റെ മനസ്സ് നിങ്ങൾക്കേ കാണാൻ കഴിയൂ. കാണേണ്ടവർ കാണുന്നില്ല. മരാളിനി: നാളെ കുമാരിയുടെ സ്വയംവരമല്ലേ? രാവിലെ ഇവിടെ 100ഓളം രാജകുമാരന്മാരെത്തും. മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച് കുമാരിയെ സ്വന്തമാക്കാൻ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഈ സ്വയംവര സമയത്തല്ലേ കുമാരി? നന്ദി, നമസ്കാരം.